ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിഫ്റ്റ് എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അതേസമയം താഴത്തെ നിലയിലെ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കുന്നു. തുടർന്ന് കഥ പ്രസന്റിലേക്ക് പോകുന്നു. സിനിമയിലെ നായകനായ ഗുരുവിനെ നമ്മൾ കാണുന്നു. ഗുരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അയാൾക്ക് ചെന്നൈയിലെ ഒരു പുതിയ കമ്പനിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നു. ഇന്ന് അവന്റെ ഓഫീസിലെ ആദ്യ ദിവസമാണ്. കാറ് പാർക്ക് ചെയ്ത ശേഷം അവൻ ലിഫ്റ്റിൽ തന്റെ ഓഫീസിലുള്ള 9ാം നിലയിലേക്ക് എത്തുന്നു. ശേഷം ഗുരു വാച്ച്മാന്റെ അരികിൽ തന്റെ വിവരങ്ങൾ നൽകി ഓഫീസിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് അവൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ബാലാജിയെ കണ്ടുമുട്ടുന്നു. ബാലാജി സ്വയം പുകഴ്ത്താൻ തുടങ്ങുന്നു. ഇവിടുത്തെ എല്ലാ ജീവനക്കാരും ഒന്നിനും കൊള്ളാത്തവരാണെന്നും ഈ പ്രൊജക്ടിൽ താൻ തനിച്ചാണ് പ്രവർത്തിച്ചതെന്നും അയാൾ പറയുന്നു. അതിൽ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്താനാണ് ഗുരുവിനെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ തനിക്ക് ടീമിലല്ല പ്രൊജക്ടിലാണ് ചില പിഴവുകൾ കാണാൻ കഴിയുന്നതെന്ന് ഗുരു ബാലാജിയോട് പറയുന്നു. ഇത് കേട്ട് ബാലാജി ദേഷ്യത്തോടെ, നിന്നോട് പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി, നീ ഇവിടെ വെറും ഒരു ടീം ലീഡറാണ്, ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റും എന്ന് പറയുന്നു. അതിനുശേഷം ബാലാജി ഗുരുവിനെ അവന്റെ ടീമിന് പരിചയപ്പെടുത്തുന്നു. ടീം അംഗങ്ങളുമായി സംസാരിച്ച ശേഷം ഒരു പ്രധാനപ്പെട്ട രേഖയിൽ ഒപ്പിടാനായി ഗുരു HR-നെ കാണാൻ പോകുന്നു. HR മറ്റാരുമല്ല, ഹരിണി എന്ന പെൺകുട്ടിയാണെന്ന് ഗുരു മനസ്സിലാക്കുന്നു. അവളെ കണ്ടതും അവൻ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നു. കഥ 2 മാസം പിന്നോട്ട് പോകുന്നു. ഒരു കടയിൽ വെച്ചാണ് ഹരിണിയും ഗുരുവും കണ്ടുമുട്ടുന്നത്. ഹരിണിക്ക് തന്റെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. അതിനായി അവൾ ഗുരുവിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഗുരു അവളോട് ഒരു കുസൃതി കാണിക്കുന്നു. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവൻ അവളുടെ ഫോൺ ഒരു ഫിഷ് ടാങ്കിലേക്ക് ഇട്ട് കളയുന്നു. ഇത് കണ്ട് ഹരിണിക്ക് ദേഷ്യം വരുന്നു. പ്രസന്റിൽ ഹരിണി ഗുരുവിനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ പുതിയ ടീം ലീഡർ നീയാണല്ലേ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഹരിണി പറയുന്നു. അവൾ ഗുരുവിന്റെ ഒപ്പ് വാങ്ങുന്നു. പക്ഷെ ID കാർഡ് നൽകുന്നില്ല. ഇത് കണ്ട് ഗുരു പുഞ്ചിരിക്കുന്നു. പിന്നീട് ഗുരു തന്റെ ജോലിയിൽ മുഴുകുന്നു. എന്നാൽ ഹരിണി അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഹരിണിക്ക് ഗുരുവിനോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് എല്ലാ ജീവനക്കാരും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനായി ഒത്തുകൂടുന്നു. ഹരിണി ഗുരുവിന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്നു. എന്നാൽ ഗുരു തനിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയം ടിവിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഒരു സന്യാസി പ്രേതങ്ങളെയും ആത്മാക്കളെയും കുറിച്ച് സംസാരിക്കുന്നു. അബോധാവസ്ഥയിലോ ഉറങ്ങുമ്പോഴോ ഉള്ള ഒരാളുടെ ശരീരത്തിൽ ആത്മാവിന് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഗുരു ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹരിണിയെ കുറിച്ച് പ്രിന്റ് ഔട്ടുകൾ എടുക്കുന്നതിനിടയിൽ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്യാമറ അവളുടെ പിന്നിൽ മറ്റൊരു മുഖം കൂടി കണ്ടെത്തുന്നു. ഹരിണി പിന്നോട്ട് നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് അവളെ ഭയപ്പെടുത്തുന്നു. പെട്ടെന്ന് ഗുരു അവിടേക്ക് വരുന്നു. അവനെ കണ്ടതും ഹരിണി തന്റെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. നിനക്കെന്നെ ശരിക്കും അറിയില്ല, നിനക്കെന്നെ ഒരു ദിവസം പോലും സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ പ്രണയം ഇന്ന് തന്നെ ഉപേക്ഷിച്ചേക്ക്, വേണമെങ്കിൽ ഞാൻ നിന്നെ ചേച്ചി എന്ന് വിളിക്കാം എന്ന് ഗുരു മറുപടി പറയുന്നു. ഇത് കേട്ട് ഹരിണി അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നു. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ചേച്ചി എന്ന് വിളിച്ചാൽ തല്ല് കിട്ടുമല്ലോ. പോകുന്നതിന് മുമ്പ് ഹരിണി ഗുരുവിനോട് പറയുന്നു, ആൺകുട്ടികളെ ചേട്ട എന്ന് വിളിക്കുമ്പോൾ ദേഷ്യം വരുന്നത് പോലെ തന്നെയാണ് പെൺകുട്ടികളെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ. കുറച്ചു സമയത്തിന് ശേഷം വൈകുന്നേരമാകുന്നു. ഓഫീസിലെ എല്ലാ ജീവനക്കാരും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഗുരുവും തന്റെ ജോലി തീർത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ ബാലാജി അവനെ തടയുന്നു. ഇതൊരു അടിയന്തര പ്രൊജക്ട് ആണെന്നും ഇത് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതിയെന്നും ബാലാജി പറയുന്നു. ഓഫീസിലെ ആദ്യ ദിവസമായതിനാൽ ഗുരുവിന് അത് നിരസിക്കാൻ കഴിയുന്നില്ല. അവൻ ജോലി ചെയ്യാനായി അവിടെ തങ്ങുന്നു. ഗുരു കമ്പനിയിൽ തനിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു വാച്ച്മാൻ വന്ന് ഗുരുവിന് അവന്റെ ID കാർഡ് നൽകി ഭക്ഷണം കഴിക്കാനായി പോകുന്നു. ഈ ആക്സസ് കാർഡ് ഓർത്തു വെക്കുക, കാരണം ഇതുകൊണ്ടാണ് എല്ലാ വാതിലുകളും തുറക്കാൻ പോകുന്നത്. കുറച്ചു കഴിഞ്ഞ് കോഫി കുടിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഗുരുവിന്റെ കോഫി കപ്പ് തനിയെ നീങ്ങുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ അത് അവഗണിച്ച് ജോലി തുടരുന്നു. പെട്ടെന്ന് തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നതായും തന്നെ സ്പർശിക്കുന്നതായും അവന് തോന്നുന്നു. അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഗുരുവിന് അസാധാരണമായി തോന്നുന്നു. പക്ഷെ അവൻ അതെല്ലാം അവഗണിച്ച് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുന്നു. ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് 1ാം നിലയിൽ നിൽക്കുന്നു. ഗുരു പരിഭ്രാന്തനാകുന്നു. അവൻ താഴത്തെ നിലയിൽ എത്തിയ ശേഷം കാറിലിരുന്ന് പുറത്തേക്കുള്ള വഴി പിന്തുടരാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ ഒരേ സ്ഥലത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തേക്കുള്ള വഴി അവന് കണ്ടെത്താനായില്ല. അവൻ തന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അത് ഓഫീസിൽ മറന്നു വച്ചതായി മനസ്സിലാക്കുന്നു. ഫോൺ എടുക്കാനായി ഗുരു വീണ്ടും 9ാം നിലയിലേക്ക് പോകുന്നു. ഫോൺ എടുത്ത് തിരികെ വരുമ്പോൾ അവന് സുഹൃത്തുക്കളുടെ കോൾ വരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് താഴേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് 8ാം നിലയിൽ നിൽക്കുന്നു. ഒരാൾ ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുന്ന തിരക്കായിരുന്നതിനാൽ ഗുരു അയാളുടെ മുഖം കാണുന്നില്ല. ലിഫ്റ്റ് 3ാം നിലയിൽ എത്തിയപ്പോൾ ലിഫ്റ്റിൽ മറ്റാരുമില്ലെന്ന് ഗുരു കാണുന്നു. അവൻ ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ആരെങ്കിലും ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയോ എന്ന് നോക്കാൻ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. അവൻ വീണ്ടും ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തന്റെ പിന്നാലെ ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ലൈറ്റുകൾ മിന്നി മറയാൻ തുടങ്ങി. ആ വെളിച്ചത്തിൽ അവനൊരു രൂപം കാണുന്നു. അത് കണ്ട് ഗുരു ഭയന്ന് വരച്ച് ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്നു. ലിഫ്റ്റിനുള്ളിൽ കയറി വാതിലടഞ്ഞതും ലൈറ്റ് പോകുന്നു. ഗുരു ഭയന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ അവനെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും സുഹൃത്തിന്റെ കോൾ വരുന്നു. പക്ഷെ ഫോൺ ഹാങ് ആവുന്നു. കോൾ എടുക്കാനേ പറ്റുന്നില്ല. പെട്ടെന്ന് ലിഫ്റ്റ് നിന്നു. ലിഫ്റ്റിന്റെ മുകളിൽ ആരോ നടക്കുന്നത് പോലെ അവന് തോന്നി. തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നത്
പോകുന്നതായി ഗുരുവിന് അനുഭവപ്പെടുന്നു. പെട്ടെന്ന് ലിഫ്റ്റിലെ ലൈറ്റ് വരുന്നു. പക്ഷെ ഇപ്പോൾ ലിഫ്റ്റിൽ 2 ഷൂസുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ ഷൂസുകൾ ഗുരുവിന്റെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. ഗുരു ഭയന്നു പോയി. ലിഫ്റ്റ് 9ാം നിലയ്ക്ക് പോയി വാതിൽ തുറന്നു. വാതിൽ തുറന്നതും ഗുരു പരിഭ്രാന്തനായി പുറത്തിറങ്ങി. സഹായത്തിനായി ഓഫീസിലെ ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ലിഫ്റ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഗുരുവിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ കോണിപ്പടി വഴി താഴേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ വീണ്ടും 9ാം നിലയിൽ തന്നെ തിരിച്ചെത്തുന്നു. ഇത് കണ്ട് ഗുരുവിന് തല കറങ്ങുന്നു. അപ്പോൾ അവനൊരു വാച്ച്മാനെ കാണുന്നു. ഗുരു അയാളോട് സഹായം ചോദിക്കുന്നു. എന്നാൽ ആ വാച്ച്മാൻ അവനെ വിചിത്രമായി നോക്കുന്നു. നിമിഷങ്ങൾക്കകം അയാൾ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് സ്വയം കഴുത്തറക്കുന്നു. ഈ സംഭവം കണ്ട് ഗുരുവിന്റെ അവസ്ഥ കൂടുതൽ വഷളാവുന്നു. അവൻ പേടിച്ച് ഓഫീസിൽ പോയി ഒളിച്ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു മുറിയിൽ നിന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് ഗുരു ഭയന്നെങ്കിലും അവൻ ആ മുറിയുടെ വാതിൽ തുറക്കുന്നു. അപ്പോൾ ഹരിണി പുറത്തേക്ക് വരുന്നു. 2 മണിക്കൂറായി മുറിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന ഹരിണി ഗുരുവിനോട് ദേഷ്യപ്പെടുന്നു. രാവിലെ താൻ അവനെ തല്ലിയതിന് പ്രതികാരമായി ഗുരു തന്നെ മുറിയിൽ പൂട്ടിയിട്ടതാണെന്ന് അവൾ കരുതുന്നു. അവൾ ഗുരു പറയുന്നത് കേൾക്കാതെ ലിഫ്റ്റിലേക്ക് പോകുന്നു. ഗുരുവും അവളുടെ പിന്നാലെ പോകുന്നു. ഇത്തവണ ലിഫ്റ്റ് 2ാം നിലയിൽ നിൽക്കുന്നു. ലിഫ്റ്റ് താഴേക്ക് കൊണ്ടുപോകാൻ ഹരിണി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ലിഫ്റ്റ് അവിടെ തന്നെ നിന്നു. ഹരിണി കോണിപ്പടി വഴി താഴേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളും കറങ്ങി തിരിഞ്ഞ് ഗുരുവിന്റെ മുന്നിൽ തന്നെ എത്തുന്നു. ഈ കെട്ടിടത്തിൽ പ്രേതമുണ്ടെന്നും അത് നമ്മളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ലെന്നും ഗുരു അവളോട് പറയുന്നു. ഇത് കേട്ട് ഹരിണി ഭയപ്പെടുന്നു. 6ാം നിലയിൽ നൈറ്റ് ഷിഫ്റ്റുകാരുണ്ടെന്നും അവരോട് സഹായം ചോദിക്കാമെന്നും കരുതി അവർ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ലിഫ്റ്റ് അതിനു മുകളിലേക്ക് പോയി പെട്ടെന്ന് പാതി വഴിയിൽ നിന്നു. ഈ ഭയാനകമായ സാഹചര്യത്തിൽ ഹരിണിക്ക് തമാശ തോന്നുന്നു. അവൾ ഒരു പേനയെടുത്ത് ചാർലി നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് ഗുരു ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ആത്മാവ് ഉണ്ടോ എന്ന് അറിയാനാണ് താൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹരിണി പറയുന്നു. പെട്ടെന്ന് ലിഫ്റ്റ് ശക്തമായി കുലുങ്ങാൻ തുടങ്ങി. പേന അതേ എന്നതിലേക്ക് നീങ്ങി. ഇത് കണ്ട് അവർ രണ്ടുപേരും ഭയന്ന് ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. അവർ ഒരു ഓഫീസ് മുറിയിലെത്തുന്നു. അവിടെ അവർ വാച്ച്മാനെ കണ്ടുമുട്ടുന്നു. ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ സഹായിക്കണമെന്ന് ഗുരു അയാളോട് പറയുന്നു. ഇവിടെ ഒരു വാച്ച്മാൻ മരിച്ചു കിടക്കുന്നുണ്ടെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് വാച്ച്മാൻ അവരെ വിശ്വസിക്കുന്നില്ല. അയാൾ അവരെ അവിടെ ഇരുത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കരച്ചിൽ കേൾക്കുന്നു. അവർ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ വാച്ച്മാനും മരിച്ചു കിടക്കുകയായിരുന്നു. അവർ അയാളുടെ കയ്യിൽ നിന്ന് താക്കോലെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓടുന്നതിനിടയിൽ ഹരിണി പിന്നിലായി പോകുന്നു. ഗുരു അവളെ വിളിക്കുന്നു. പക്ഷേ അവളെ കാണാനില്ല. പെട്ടെന്ന് ഹരിണി ഒരു ജനലിനരികിൽ നിൽക്കുന്നു. ഗുരു അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പ്രേതം നമ്മളെ വിടില്ല, നീ 5ാം നിലയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവൾ താഴേക്ക് ചാടുന്നു. ഇത് കണ്ട് ഗുരു സ്തംഭിച്ചു പോവാണ്. അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും മുന്നിലെ വാതിലിൽ നിന്ന് ഹരിണി വീണ്ടും വരുന്നു. ഇത് കണ്ട് അവൻ ഭയന്നു. ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മൃതദേഹവും ഉണ്ടായിരുന്നില്ല. പ്രേതം നിന്റെ രൂപത്തിൽ വന്നതാണെന്ന് ഗുരു ഹരിണിയോട് പറയുന്നു. അവർ വീണ്ടും ലിഫ്റ്റിൽ താഴേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ലിഫ്റ്റ് 4ാം നിലയിലെ കാന്റീൻ ഏരിയയിൽ നിൽക്കുന്നു. രാത്രി 12:30 ആയിരുന്നു. രാവിലെ വരെ ഇവിടെ തങ്ങാമെന്ന് ഗുരു ഹരിണിയോട് പറയുന്നു. പെട്ടെന്ന് TV ഓൺ ആവുന്നു. ഓഫീസിൽ തീപിടുത്തമുണ്ടായി ഗുരുവും ഹരിണിയും പുലർച്ചെ 3 മണിക്ക് മരിച്ചുവെന്ന വാർത്തയാണ് TVയിൽ കാണിക്കുന്നത്. ഇത് കണ്ട് അവർക്ക് ഒളിച്ചിരിക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാവുന്നു. അവർ എമർജൻസി എക്സിറ്റിന്റെ അടുത്തേക്ക് ഓടി താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബലപ്രയോഗത്തിൽ താക്കോൽ ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ ഗുരു അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് പൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ആ വാതിൽ അപ്രത്യക്ഷമാവുന്നു. അവർ മറ്റൊരു വാതിൽ തേടി ഓടുന്നു. അവർ തളർന്ന് ഒരു മുറിയിലിരിക്കുന്നു. ഇന്ന് എന്റെ ഓഫീസിലെ ആദ്യ ദിവസം ഒരുപക്ഷെ അവസാന ദിവസമായിരിക്കും എന്ന് ഗുരു പറയുന്നു. ഇന്ന് എന്റെ അവസാനത്തെ പിറന്നാളായിരിക്കും എന്ന് ഹരിണിയും മറുപടി പറയുന്നു. ഇന്ന് ഹരിണിയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞ് ഗുരു തന്റെ ലൈറ്റർ കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അത് ഊതിക്കെടുത്താൻ പറയുന്നു. ഹരിണി ദേഷ്യത്തോടെ മിണ്ടാതിരിക്കാൻ പറയുന്നു. പെട്ടെന്ന് ആത്മാവ് ലൈറ്റർ ഊതിക്കെടുത്തുന്നു. അവിടെ ഇരുട്ടാകുന്നു. ഗുരു വീണ്ടും ലൈറ്റർ കത്തിക്കുമ്പോൾ ഹരിണിയെ കാണാനില്ല. അപ്പോൾ ഹരിണി തല കീഴായി തൂങ്ങിക്കിടക്കുന്നതായി അവൻ കാണുന്നു. ആത്മാവ് അവളെ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ട് ഗുരു അവിടെ കിടന്ന ബ്ലേഡ് എടുത്ത് അവളെ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ സ്വയം ജീവനൊടുക്കും എന്ന് പറയുന്നു. ഇത് കേട്ട ആത്മാവ് ഹരിണിയെ വിടുന്നു. അവർ വീണ്ടും ലിഫ്റ്റിലേക്ക് ഓടുന്നു. അപ്പോൾ ആ ബ്ലേഡ് വീണ്ടും ഗുരുവിന്റെ കയ്യിൽ വരുന്നത് ഹരിണി കാണുന്നു. ഗുരു അറിയാതെ ഹരിണിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവൻ സ്വയം നിയന്ത്രിച്ച് 7ാം നിലയിൽ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഗുരു ഹരിണിയോട് ചോദിക്കുന്നുണ്ട്, ഓഫീസിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ടോ? തനിക്കൊന്നും അറിയില്ലെന്നും ഒരാഴ്ച മുൻപാണ് താൻ ഇവിടെ ജോലിക്ക് കയറിയതെന്നും ഹരിണി പറയുന്നു. സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാൻ അവർ 9ാം നിലയിലേക്ക് പോകുന്നു. ഗുരു ലിഫ്റ്റിന്റെ നടുവിൽ ഒരു വേസ്റ്റ് ബിൻ വെച്ച് ലിഫ്റ്റ് നിർത്തുന്നു. ബാലാജി തന്നോട് വൈകുന്നേരം 2 ഫയലുകൾ നശിപ്പിക്കാൻ പറഞ്ഞിരുന്നുവെന്ന് ഹരിണി പറയുന്നു. ഒരു ഫയൽ നശിപ്പിച്ചെങ്കിലും പിന്നീട് മെഷീൻ കേടാവുകയും താൻ ബോധരഹിതയാവുകയും ചെയ്തു. അവർ 2ാമത്തെ ഫയൽ കണ്ടെത്തുന്നു. ഇവിടെയാണ് സിനിമയുടെ ക്ലൈമാക്സ്. ആ ഫയൽ മുൻപത്തെ ടീം ലീഡറായ സുന്ദറിന്റേതായിരുന്നു. വാച്ച്മാൻ ഗുരുവിന് നൽകിയ ID കാർഡും സുന്ദറിന്റേതായിരുന്നു. കഴിഞ്ഞ മാസം ലിഫ്റ്റിലുണ്ടായ അപകടത്തിൽ സുന്ദർ മരിച്ചുവെന്നും ലിഫ്റ്റിലെ ആത്മാവ് സുന്ദറിന്റേതാണെന്നും ആ ഫയലിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ കൺട്രോൾ റൂമിലെത്തുന്നു. ഗുരു ഹരിണിയോട് ക്യാമറയിൽ നോക്കി വഴി പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നു. അവൻ പുറത്തേക്കുള്ള വഴി കണ്ടെത്താനായി പോകുന്നുണ്ട്. അവർ പരസ്പരം സംസാരിക്കാൻ വോക്കി ടോക്കി ഉപയോഗിക്കുന്നു. പെട്ടെന്ന് ഒരു കറുത്ത നിഴൽ പ്രത്യക്ഷപ്പെടുന്നത് ഹരിണി കാണുന്നു. അവൾ ഗുരുവിനോട് ഒളിക്കാൻ പറയുന്നു. ഗുരു അവിടെ ഒരു അലമാരയുടെ പിന്നിൽ ഒളിക്കുന്നു. ആ കറുത്ത നിഴൽ ഗുരുവിന്റെ നേർക്ക് നീങ്ങുന്നു. അതുകൊണ്ട് ഗുരു ഹരിണിയോട് ആ ചാർലി ഗെയിം വീണ്ടും കളിക്കാൻ പറയുന്നു. ഹരിണി
ഹരിണി അതുപോലെ തന്നെ ചെയ്യുന്നു. അതോടെ ആ പ്രേതം ഹരിണിയുടെ ക്യാബിനിലേക്ക് എത്തുന്നു. ഹരിണി ഭയന്ന് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ആ പ്രേതത്തെ കാണാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഒരു കറുത്ത നിഴൽ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. ഹരിണി അതിനെ ഒരു കസേര കൊണ്ട് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗുരുവാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഗുരുവിനെ ആ അവസ്ഥയിൽ കണ്ട് അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ യഥാർത്ഥ ഗുരു മുറിയിലേക്ക് വരുന്നു. ഹരിണി തറയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഗുരുവിനെ കണ്ടതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇവിടെ ഒന്നല്ല 2 ആത്മാക്കളുണ്ടെന്നും താൻ പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയെന്നും വേഗം വരാനും ഗുരു പറയുന്നു. അവർ ലിഫ്റ്റിനടുത്തേക്ക് ഓടുന്നു. പക്ഷെ ആത്മാവ് ഹരിണിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവൾ തിരികെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഗുരു അവളുടെ കൈകൾ ബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് ആ ആത്മാവ് പറയുന്നു. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഗുരു വാതിൽ തേടി പോയപ്പോൾ അവൻ കുറെ സാധനങ്ങൾ ലിഫ്റ്റിനുള്ളിലിട്ട് ലിഫ്റ്റിന്റെ മുകളിൽ കയറി ഒരു കേബിൾ ഒഴികെ ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞിരുന്നു. ഗുരു എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ഇപ്പൊ ഗുരുവിന് ആ സന്യാസിയുടെ വാക്കുകൾ ഓർമ്മ വരുന്നു. അബോധാവസ്ഥയിലുള്ള ശരീരത്തിൽ ആത്മാവിന് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ സിഗരറ്റ് വലിച്ച് പുക ഹരിണിയുടെ മുഖത്തേക്ക് ഊതുന്നു. അതോടെ അവൾ ബോധരഹിതയാവുന്നു. ഗുരു ഓഫീസിന് തീയിട്ട് ഹരിണിയെ ലിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. ലിഫ്റ്റിൽ കയറി അവൻ ശക്തിയായി ചാടാൻ തുടങ്ങി. ഹരിണിക്ക് ബോധം വരുമ്പോൾ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗുരു തന്റെ പദ്ധതി വിവരിക്കുന്നു. താൻ ലിഫ്റ്റിന്റെ എല്ലാ കേബിളുകളും മുറിച്ചെന്നും ബാക്കിയുള്ള ഒരു കേബിൾ കൂടി പൊട്ടിയാൽ നമ്മൾ താഴത്തെ നിലയിലെത്തുമെന്നും അവൻ പറയുന്നു. ഇതൊരു മോശം ആശയമാണ്. താഴെ വീണാൽ നമ്മൾ മരിക്കും എന്ന് ഹരിണി പറയുന്നു. ഗുരു മറുപടി പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷെ ഇവിടെ നിന്നാൽ നമ്മൾ 100% വെന്തു മരിക്കും. ലിഫ്റ്റിൽ പോയാൽ രക്ഷപ്പെടാൻ 50% സാധ്യതയുണ്ട്. പെട്ടെന്ന് ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടി അവർ അപകടത്തിൽപ്പെടുന്നു. താഴെ വീണപ്പോൾ ഗുരുവിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. ഹരിണി അവനെ ഉണർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഗുരു മറ്റൊരു ലോകത്തെത്തുന്നു. അവിടെ പ്രേതം അവന് തന്റെ കഥ കാണിച്ചു കൊടുക്കുന്നു. സുന്ദറും അവന്റെ ഭാര്യയും ഇതേ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഡെൽറ്റ പ്രൊജക്ടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കിയത് സുന്ദറായിരുന്നു. എന്നാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് തട്ടിയെടുത്ത് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. സുന്ദർ ഇതിനെപ്പറ്റി എതിർത്തപ്പോൾ ബാലാജി അവന്റെ പേര് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അത് കാരണം അവന് മറ്റൊരു കമ്പനിയിലും ജോലി കിട്ടാതായി. ഇതെല്ലാം കണ്ട് നിസ്സഹായനായ സുന്ദർ ലിഫ്റ്റിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ബാലാജി സുന്ദറിന്റെ മൃതദേഹം മാറ്റാനായി വാച്ച്മാൻമാർക്ക് പണം നൽകുന്നു. ഈ വിവരം സുന്ദറിന്റെ ഭാര്യ അറിയുന്നു. അവൾ ബാലാജിയുമായി വഴക്കിടുന്നു. മാനേജ്മെന്റ് രാഷ്ട്രീയത്തിൽ ഇതെല്ലാം സാധാരണമാണ്, നീ അവനെ മറന്നേക്കൂ, ഞാൻ നിനക്ക് ഉയർന്ന പദവി നൽകാം എന്ന് ബാലാജി പറയുന്നു. എന്നാൽ അവൾ സുന്ദറിന്റെ ഫയലുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓഫീസ് വാച്ച്മാൻമാർ അവളെ തടയുന്നു. പക്ഷെ അവൾ ഒരു മുറിയിൽ സ്വയം പൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. സുന്ദറിന്റെയും താരയുടെയും സത്യം മനസ്സിലാക്കിയ ശേഷം ഗുരു കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹരിണി അവന് ഭക്ഷണം നൽകുന്നു. അപ്പോൾ കമ്പനിയുടെ പുതിയ വൈസ് പ്രസിഡന്റ് അവിടേക്ക് വരുന്നു. അയാൾ ഗുരുവിനെ ഭീഷണിപ്പെടുത്തുന്നു. നീ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെയും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് അയാൾ പറയുന്നു. എന്നാൽ നമ്മുടെ നായകൻ ഭയപ്പെടുന്നില്ല. ഗുരു തന്റെ ജോലി വലിച്ചെറിഞ്ഞു പറയുന്നു, എനിക്ക് എവിടെയും ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെറിയ ബിസിനസ് ചെയ്ത് ജീവിച്ചോളാം, പക്ഷെ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അപ്പോൾ പോലീസ് അവിടേക്ക് വരുന്നുണ്ട്. ഗുരു അവരോട് എല്ലാ വിവരങ്ങളും പറയുകയും സുന്ദറിന്റെ ഫയൽ കൈമാറുകയും ചെയ്യുന്നു. വൈകുന്നേരം ബാലാജി വീട്ടിലേക്ക് പോകുമ്പോൾ പാർക്കിങ്ങിൽ വെച്ച് ഒരു പ്രേതം അവനെ കൊല്ലുന്നു. ഈ സംഭവം എങ്ങനെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സിനിമ കാണിച്ചു തരുന്നു. ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് IT മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഇത്തരം ഓഫീസ് രാഷ്ട്രീയം കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പരാജയം സമ്മതിക്കരുത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. ഇങ്ങനെ ഒരു നല്ല സന്ദേശം നൽകി ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമയുടെ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.